السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്ന് നാം സമർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഭൗതികവാദികളിൽ നിന്നും ഒരു ചോദ്യമുണ്ടാകും. ഖബറിൽ ചോദ്യവും വിചാരണയും ശിക്ഷയും ഒക്കെ ഉണ്ടെങ്കിൽ നാം അത് കാണേണ്ടതല്ലേ, അറിയേണ്ടതല്ലേ? ഖബർ തുറന്ന് നാം നോക്കിയാൽ ഒരു ബോഡിയിലും അതിന്റെ മാറ്റങ്ങളോ പരിവർത്തനങ്ങളോ ഒന്നും നാം അനുഭവിക്കുന്നില്ലല്ലോ. ഇതിന് മറുപടിയാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇനി പറയുന്നത്. വകൗനുനാ ഇദാ കശഫനൽ മൗത ലം നറ ഹിസ്സൻ മിൻഹുമു വസൗതാ. നാം മരണപ്പെട്ട് ഖബറടക്കപ്പെട്ട ആളുകളെ വെളിപ്പെടുത്തി നോക്കിയാൽ, ഖബർ തുറന്ന് പരിശോധന നടത്തിയാൽ ലം നറ ഹിസ്സൻ മിൻഹും, അവരിൽ നിന്ന് ഒരു സൗണ്ടോ അല്ലെങ്കിൽ വല്ല അവരിൽ നിന്ന് അത്തരം വല്ല അതിന്റെ അടയാളങ്ങളോ അതിന്റെ ബോധങ്ങളോ ഒന്നും നമുക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ. അജാബ അൻഹുൽ മാലികിയുൽ മഗ്രിബി അഅനി അബാ ബക്രിൻ ഹുവ ഇബ്നുൽ അറബി. ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് മാലിക്കി മദ്ഹബുകാരനായ അൽ മഗ്രിബി മൊറോക്കക്കാരനായ ഒരു പണ്ഡിതൻ, അതായത് അബൂബക്കർ ഹുവ ഇബ്നുൽ അറബി. ഇബ്നുൽ അറബി എന്ന പേരിൽ അറിയപ്പെട്ട ഷെയ്ഖ് അൽ ഖാളി അൽ അല്ലാമ അബൂബക്കർ മുഹമ്മദ് ഇബ്നുൽ അറബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ അബൂബക്കർ ഇബ്നുൽ അറബി എന്ന് പറയുന്നത് ഇബ്നു അറബി എന്ന പേരിൽ അറിയപ്പെട്ട ഹഖായിഖിന്റെ തസവുഫിന്റെ ഉന്നതങ്ങളിൽ വിചാരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹമല്ല. അദ്ദേഹം ഇബ്നു അറബി എന്ന അലിഫ്ലാം ഇല്ലാതെയാണ് അറിയുക. ഇത് ഇദ്ദേഹം അൽ ഇബ്നുൽ അറബി എന്ന അലിഫ്ലാമോട് കൂടിയ ഇബ്നുൽ അറബി എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ മൊറോക്കക്കാരനാണ്. അദ്ദേഹം വഫാത്തായിട്ടുള്ളത് ഹിജറ 543 ഇരിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ മറുപടിയാണ് ഇനി പറയുന്നത്. ബിഅന്നമൽ ഇദ്റാകു മഅനൻ യുഖ്ലഖു ലിമൻ യശാ വമൻ യശാഉ യുസഖു. ബിഅന്നമൽ ഇദ്റാകു, മരണശേഷം ഖബറടക്കപ്പെട്ട ആളോടുള്ള ചോദ്യവും ശിക്ഷയും സുഖവും ദുഃഖങ്ങളും അദ്ദേഹത്തിന്റെ വേദനയും സന്തോഷവും സന്താപവുമെല്ലാം മറ്റ് ജീവിച്ചിരിക്കുന്ന ആളുകൾ ലഭിക്കുന്നില്ല, അവരറിയുന്നില്ല, അവർ കാണുന്നില്ല, അവർ കേൾക്കുന്നില്ല എന്നതിനാണല്ലോ പ്രശ്നം. അത് ആ അറിവ്, കേൾവി, സംസാരം അല്ലെങ്കിൽ സുഖം, ദുഃഖം എന്നിവയെല്ലാം, ഇതെല്ലാം ഇതിന് ഇദ്റാക്ക് എന്നാണ് പറയുക. ഇതിന്റെ ഈ വിജ്ഞാനം അത് മഅനൻ, അത് ഒരു തരം മാനവിയാണ്. നേർക്ക് നേരെ കാഴ്ചപ്പുറത്ത് കാണിച്ചു കൊടുക്കാനോ ഒരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ പറ്റിയതല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് തന്നെ നാം ഒരു ഭക്ഷണമെടുത്ത് വായിൽ വെച്ചാൽ നാം അതിന്റെ പുളി, ഉപ്പ്, രുചി എല്ലാം അറിയുന്നുണ്ട്. എന്റെ ഉപ്പ് ഇന്നതാണ് എന്ന് വേറൊരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയില്ല. ആ വ്യക്തി സ്വമേധയാ അത് അനുഭവിക്കുകയല്ലാതെ, എരിവുണ്ടെങ്കിൽ നന്നായി എരിഞ്ഞാൽ കണ്ണുന്നു മൂക്കുന്നൊക്കെ വെള്ളം ചാടുമ്പോൾ മറ്റുള്ളവർ അറിയുക എന്നല്ലാതെ എനിക്ക് എരിവുണ്ട് എന്ന് വേറൊരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയില്ല. ഒരാൾക്ക് സുഖമുണ്ട്, നല്ല സന്തോഷമുണ്ട് മനസ്സിൻ, അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയില്ല. ഒരാൾ എന്തോ ഒരു നല്ല സുഖഭോഗത്തിൽ ലദ്ദത്ത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. ആ ആസ്വാദനം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രുചി, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സുഖം, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദുഃഖം, സന്തോഷം, സന്താപം, ഇതൊന്നും വേറൊരു വ്യക്തിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത, ഇദ്ദേഹം സ്വമേധയാ അനുഭവിക്കുന്ന മഅനവി, ചില ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത സംഗതി മാത്രമാണത്. അതിനാണ് മഅനവി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരം മഅനവിയാണ്. യുഖ്ലഖു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് മാത്രം അത് ലഭിക്കും. വമൻ യശാഉ യൂസഖു,
ചിലർക്ക് അള്ളാഹു അത് കൊടുക്കാതെ അത് ബന്ധാക്കി കളയും, അടച്ചു കളയും. അപ്പോൾ ഖബറാളിയെ ശിക്ഷിക്കപ്പെടുന്നതും വിചാരണ ചെയ്യപ്പെടുന്നതും അദ്ദേഹത്തിന്റെ സുഖദുഃഖങ്ങളും അദ്ദേഹത്തിന്റെ വിഷമങ്ങളും അട്ടഹാസങ്ങളും അദ്ദേഹത്തിന്റെ ചിരികളികളും എല്ലാം അത് ചില ആളുകൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും, ചില ആളുകൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയില്ല. എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയം മാത്രമാണ്. അതിന് വേറെ കാര്യകാരണ ബന്ധങ്ങളിലൂടെ ലഭിക്കുന്നൊരു വിജ്ഞാനമേ അറിവോ അല്ല. കാര്യകാരണങ്ങളിലൂടെ ലഭിക്കുന്നതേ അല്ല. ഒരു കാരണവും അതിന് ബാധകമല്ല. അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. വലൈസ ബിത്തബ്ഇ വലാ ബിദ്ദാതി വലാ ബിഅസ്ബാബിൻ വലാ സിഫാതി. വലൈസ ഈ വിജ്ഞാനം, ഈ ജ്ഞാനം, ഈ ഇന്ദ്രിയം, ഇത് ബിത്തബ്ഇ അത് പ്രകൃതിയാ ലഭിക്കുന്നതല്ല. വലാ ബിദ്ദാതി അതൊരു മനുഷ്യ ശരീരത്തിൽ ഊട്ടപ്പെട്ട ഇന്ദ്രിയങ്ങളിൽപ്പെട്ടതുമല്ല. വലാ ബി അസ്ബാബിൻ ഏതെങ്കിലും കാര്യകാരണങ്ങളിലൂടെ ലഭ്യമാകുന്നതല്ല. വലാ സിഫാത്തി ഒരാളുടെ ഔന്നിത്യം കൊണ്ട് ലഭിക്കുന്നതുമല്ല. ഒരാൾ വലിയായി, ഒരാൾ നബിയായി, ഒരാൾ മഹാനായി ഇതുകൊണ്ടൊന്നും ലഭിക്കുന്നതല്ല. ആ ആകുക എന്നതുകൊണ്ട് ലഭിക്കാത്ത ഈ വിജ്ഞാനം, ഈ ഇന്ദ്രിയജ്ഞാനം അത് അല്ലാഹു തആല ഉദ്ദേശിച്ച ചില നബിമാർക്ക്, ചില വലിയകൾക്ക്, ചില മഹാത്മാക്കൾക്ക്, ചില ആന്തരിക ജ്ഞാനമുള്ള ആളുകൾക്ക് അല്ലാഹു നൽകുന്നു എന്നല്ലാതെ, അല്ലാഹു നൽകുമ്പോഴല്ലാതെ ഒരു കാര്യകാരണങ്ങളാലും ലഭ്യമാകുന്ന ജ്ഞാനമോ ഇന്ദ്രിയജ്ഞാനമോ അല്ല ഇത് എന്നാണ് നാം ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഒരാൾ യോഗ്യനായി അറിയാനുള്ള, ഒരാൾ ചില കാര്യകാരണങ്ങളിലൂടെ വല്ല ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയോ ക്യാമറ സംവിധാനങ്ങളിലൂടെയോ ഒരാൾ ഖബറിൽ ഒരു ക്യാമറ വെച്ചു, എന്നിട്ട് റെക്കോർഡ് ചെയ്യട്ടെ, ഒരു CC ക്യാമറ വെച്ചു റെക്കോർഡ് ചെയ്യട്ടെ, അത്തരം ഒരു കാര്യകാരണങ്ങളിലൂടെയും ഒരാൾ അല്ലെങ്കിൽ അറിയാനുള്ള വലിയ ഔന്നിത്യം നേടിയ മഹാനായി അതിലൂടെയും, അല്ലെങ്കിൽ ഒരാളുടെ ജന്മനാ പ്രകൃതിയാ തന്നെ അതിലൂടെയും ഒന്നും ലഭ്യമാകുന്ന ജ്ഞാനമല്ലാത്ത ഒരു ശിക്ഷയും നടപടികളുമാണ് അല്ലാഹു തആല അവിടെ വെച്ചിട്ടുള്ളത്. അത് ലഭിക്കുന്ന ചില ആളുകളുണ്ട്, ലഭിച്ച സംഭവങ്ങളുമുണ്ട്. മുഅ്ജിസത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. ഖബർ ശിക്ഷിക്കുന്ന അല്ലാഹു നേരിൽ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖബറിൽ സുഖം അനുഭവിക്കുന്നത് അല്ലാഹു നേരിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖബറിൽ വിചാരണ ചെയ്യപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു കേൾപ്പിച്ചു കൊടുക്കുക, അല്ലാഹു കാണിച്ചു കൊടുക്കുക എന്നതല്ലാതെ സ്വമേധയാ അല്ലെങ്കിൽ ഒരാളുടെ ശാരീരികമായി, ഒരാളുടെ പ്രകൃതിദത്തമായി, ഒരാൾ ചില കാര്യകാരണ ബന്ധങ്ങളിലൂടെ ഒരാളുടെ ഔന്നിത്യങ്ങളെ കൊണ്ടൊന്നും ലഭ്യമാകുന്ന ഇന്ദ്രിയം അല്ല. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.